ഹോസ്റ്റലിനകത്തേക്ക് പ്രവേശിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ നീക്കം. ഇവിടെ പ്രതിഷേധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നിരവധി വിദ്യാർത്ഥികൾ താമസിക്കുന്ന മേഖലയാണ്. അവരുടെ പഠനത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. എന്നാൽ ആ രീതിയിൽ SFI DYFI പ്രവർത്തകരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതിഷേധം തിരിച്ചുണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ സംഘർഷ സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരുടെ തൊട്ടു പിന്നാലെയുണ്ട്. ഇങ്ങോട്ടേക്ക് കടന്നു കയറിയാൻ അതെ ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ഹോസ്റ്റലിൻ്റെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ചായിരുന്നു മർദ്ദനം നടന്നതെന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. ആ ഒരു മേഖലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു മേഖലയിൽ വെച്ചായിരുന്നു സിദ്ധാർത്ഥനെ അർദ്ധനഗ്നനാക്കി ഇത്തരത്തിൽ മർദ്ദിച്ചത്. ഇത്തരത്തിൽ ക്യാമറമാൻ ഒന്ന് പാൻ ചെയ്താൽ കാണാം, ഒരു ഭാഗത്ത് ഈ ഒരു കാണുന്ന ബാൽക്കണികളിലൊക്കെ തന്നെ റൂമിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തുനിന്ന് ഇത് വീക്ഷിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. SFI പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം അതിക്രൂരമായി തുടർന്ന് ഈ ഒരു മേഖലയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മർദ്ദിക്കുന്നു. തുടർന്ന് ഈ ഹോസ്റ്റൽ മുറിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുന്നു. കട്ടിലിൽ അവശനായിരുന്ന സിദ്ധാർത്ഥനെ അവിടെ വെച്ചും കമ്പി കൊണ്ടും ഇലക്ട്രിക് വയർ കൊണ്ടും മർദ്ദനമേൽക്കുന്ന അവശനായി താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഹോസ്റ്റൽ മുറിയിലുണ്ടായിരുന്ന മറ്റു ചില വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് ആ രീതിയിൽ ഇത് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നൊക്കെ തന്നെയായിരുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഹോസ്റ്റലിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ എത്തിയിരിക്കുന്നത്. ഹോസ്റ്റലിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് സിദ്ധാർത്ഥന് മർദ്ദനമേറ്റിട്ടുള്ളത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും ഉണ്ടായിരുന്നു. നേരത്തെ ഇതിനകത്തേക്ക് കയറ്റാൻ സെക്യൂരിറ്റി അടക്കം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തുറന്നുകൊടുത്തു. അവർ അകത്തേക്ക് കയറി ഹോസ്റ്റലിനകത്തേക്ക് കയറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ.